സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായി ഒന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായി ഒന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. റാഫാ യഹോവ എന്നെ സൗഖ്യമാക്കും. ശമ്മാ യഹോവ എന്നും അവനുണ്ട്. റാഫാ യഹോവ എന്നെ സൗഖ്യമാക്കും. ശമ്മാ യഹോവ എന്നും അവനുണ്ട്. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായി ഒന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായി ഒന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവാൽ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല സമയത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഇറങ്ങി ഉണരുവാനും എൻ്റെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിനം കൂടെ ദാനമായി തന്നല്ലോ. എൻ്റെ കർത്താവേ, നീ എത്ര നല്ലവനാ, എത്ര വലിയവനാ. സുബോധത്തോടെ ഉണർത്തിയല്ലോ, ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചല്ലോ. നന്ദി അപ്പാ, നന്ദി. അല്പസമയം എൻ്റെ അപ്പൻ്റെ പാദപീഠത്തിലൊന്ന് ഇരിപ്പാൻ, അങ്ങയൊന്ന് സ്തുതിപ്പാൻ, അങ്ങയൊന്ന് മഹത്വപ്പെടുത്തുവാൻ കൃപയാൽ അടിയന് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം അപ്പാ. അപ്പോൾ എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് എല്ലാ മക്കളെയും എടുത്ത് തിരുസന്നിധിയിലോട്ട് കൊണ്ട് തരിക. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തെ ഞങ്ങളുടെ പാദപീഠത്തിൽ ഏൽപ്പിച്ചു തരിക. കർത്താവേ, ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടത് നിശ്ചയമാണ്. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ മാനിച്ച് കരുതിയ ദൈവത്തിന് ഉള്ളം നിറഞ്ഞ് നന്ദി പറയുക, സ്തോത്രം ചെയ്യുക. വീണ്ടും കർത്താവേ, ഈ നല്ല പ്രഭാതത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിക്കായി സ്തോത്രം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. എൻ്റെ കർത്താവേ, അവരുടെ വിദ്യാഭ്യാസത്തിനായിട്ട് നന്ദി. കർത്താവേ, ജോലി ചെയ്യുന്ന മക്കൾക്കായി സ്തോത്രം, വിവാഹ ജീവിതത്തിലായിരിക്കുന്ന മക്കൾക്കായി സ്തോത്രം. എൻ്റെ കർത്താവേ, എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. സമാധാനത്തോടും സന്തോഷത്തോടും സൗഖ്യത്തോടും ദൈവകൃപയോടും എല്ലാവരും ആയിരിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മക്കളെയും അനുഗ്രഹിച്ചാട്ട് കർത്താവേ, അവിടുത്തെ കൃപയിലും സമാധാനത്തിലും എല്ലാ ജീവിതങ്ങളെയും നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മാനിക്കണമേ, ഓർമ്മശക്തിയും ബുദ്ധിയും കൊടുക്കണമേ. നന്നായി പഠിക്കേണ്ട കർത്താവെ, നല്ല മാർക്കോടെ പാസ്സാകട്ടെ. സ്വർഗ്ഗം അവരെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്നവർ, മറ്റ് വിവിധ കോഴ്സുകളിൽ ഡിഗ്രിക്കായിരിക്കുന്നവർ, എൻ്റെ കർത്താവെ, OIT, IELTS, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, BSc നഴ്സിംഗ്, എഞ്ചിനീയറിംഗ്, മെഡിസിന് പഠിക്കുന്ന മക്കൾ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്നവർ, ഹല്ലേലൂയ കർത്താവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്ന സ്വർഗത്തിലെ ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ മാനിക്കണം, അവരെ അനുഗ്രഹിക്കണം, അത്ഭുതം ചെയ്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, വിവാഹപ്രായമായ മക്കളെ ഏൽപ്പിക്കട്ടെ. തക്ക തുണയൊരുക്കി അവരുടെ വിവാഹം നടക്കണം. ഗർഭിണികളായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്ന മാസന്തികോളം കൂട്ടിയിരുന്നവരെ സഹായിക്കണം. ദൈവമായ കർത്താവ്, ഈ സമയം ഹല്ലേലൂയ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ ഞങ്ങൾ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവരെ കാത്തോണേന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപ്പോൾ നല്ല തലമുറയെ കൊടുത്ത് സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കടഭാരത്തിന് നടുവിൽ കരയുന്നത് എൻ്റെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുക. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ. ഭവനമില്ലാത്ത മക്കൾക്ക് എൻ്റെ അപ്പച്ചൻ ഭവനം കൊടുക്കണമേ. ഭവനം പണിയുന്ന മക്കൾ അത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യം ഒരുക്കണമേ. കർത്താവേ, ഈ സമയം ഹല്ലേലൂയ, ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഞങ്ങളുടെ ഓരോ പ്രിയ മക്കൾ, ജോലി ചെയ്യുന്നവർ, ചില ബുദ്ധിമുട്ടുകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്നവർ, ഹല്ലേലൂയ കർത്താവ്, ഞങ്ങളവരെ സമർപ്പിക്കുക. സ്വർഗത്തിലെ അപ്പൻ്റെ സമാധാനം
നല്ല പ്രതിഫലം എല്ലാം ഓരോ മക്കൾക്കും കൊടുത്ത് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണം. കുടുംബജീവിതത്തിൽ പുതുവർഷം പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണം. പുതിയ നന്മകളും അനുഗ്രഹങ്ങളും കൊടുത്ത് ഓരോ മക്കളെയും നിറയ്ക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയത്ത് ഹല്ലേലൂയ, ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനാ വിഷയവും തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിട്ട് നിലനേറുന്ന വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. എൻ്റെ ദൈവം അവരുടെ വേദനയ്ക്കൊക്കെ അറുതി വരുത്തണം. അവരുടെ പ്രാർത്ഥനാ വിഷയം കൈക്കൊള്ളണം. മദ്യത്തിലും മയക്കുമരുന്നിനും കഴിയുന്ന ജീവിതങ്ങളോട് മനസ്സറിയണമെന്നും പ്രാർത്ഥിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവരെ കർത്താവെ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തി ജീവിപ്പാൻ തക്കണം ദൈവമേ പ്രത്യാശ നൽകി സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ച് കാത്തോണേ. ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ. എൻ്റെ ദൈവമേ ഓരോ രാജ്യത്തെയും അനുഗ്രഹിക്കണമേ. യുദ്ധങ്ങളിൽ നിന്നും ക്ഷാമങ്ങളിൽ നിന്നും ഭൂകമ്പങ്ങളിൽ നിന്നും മഹാമാരിയിൽ നിന്നും ജലപ്രളയത്തിൽ നിന്നും എല്ലാവരെയും വിടുവിക്കണമേ. പ്രത്യേകിച്ച് സമയം ഞങ്ങളുടെ രോഗികളായി ഭാരപ്പെടുന്നവർ, ആശുപത്രി മുറികളിൽ, ഭവനങ്ങളിൽ, കിടക്കകളിലായിരിക്കുന്നവരെ, ഐസിയുലെ സിസിയുലെ വെന്റിലേറ്ററിൽ കിടക്കുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാഥ, തൻ്റെ മക്കളെയൊക്കെ സൗഖ്യത്തോടും സമാധാനത്തോടും കാത്തുകൊള്ളണമേ. എല്ലാ ആപത്തനത്തിൽ നിന്ന് എല്ലാവരെയും വിടുവിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഹല്ലേലൂയ കർത്താവേ, എല്ലാ രോഗികളെയും കർത്താവ് സൗഖ്യത്തോടെ കാത്തോണേ അപ്പ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ചെറുതും വലുതുമായ ഓരോ ഉപജീവനമാർഗ്ഗവും സ്വർഗം വാഴ്ത്തി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് ചെയ്യുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തൻ്റെ മക്കളുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണം. നന്നായി കർത്താവ് ബിസിനസ് ചെയ്യണം. അനവധി നന്മകളെ പ്രാപിച്ചെടുപ്പാനും സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, വാഹനം ഓടിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കട്ടെ. സ്റ്റിയറിങ്ങിലൊക്കെ അപ്പച്ചൻ്റെ കരം ചേർത്ത് പിടിച്ചോണേ അപ്പ. മുൻപും പിൻപിടവും ദൂതന്മാരെ നിർത്തിക്കൊള്ളണമേ. ആപത്തിൽ നിന്ന് അപകടത്തിൽ നിന്ന് എല്ലാ മക്കളെയും വിടുവിക്കണേ കർത്താവേ. ആമേൻ. സ്വർഗം ഓരോ മക്കളെയും പോറ്റി പുലർത്തണമേ, കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ആരെയെല്ലാം ഓർക്കുവാനും പ്രാർത്ഥിപ്പാനും കടംപെട്ടിട്ടുണ്ടോ അവരെല്ലാം ഈ സമയം തിരുസന്നിധിയിലോട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം, കൃപയിൽ പൊതിയണം, കൂടെയിരിക്കണം, ദൈവനാമം മഹത്വപ്പെടാൻ സഹായിക്കണം. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന സ്വർഗത്തിലെ നന്മയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തന്ന് സഹായിക്കണം. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, സ്തോത്രം.